Hello. Welcome to market discussion of the day. Today, June 10th, 2000, June 9, 2026 Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അടുത്ത ആഴ്ചയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊരു എന്താ പറയുക, ഒരു ബേസിക് ലെവലിലൊരു കോഴ്സാണ്. സോ അഡ്വാൻസ് ലെവലല്ല. സോ അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, ഒരു അഡ്വാൻസ് ലെവലിലോട്ടുള്ള ആൾക്കാരൊന്നും ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്താൽ എത്രമാത്രം ഉപകാരപ്പെടും എന്നുള്ള കാര്യം എനിക്കറിയില്ല. സോ വളരെ ബേസിക് ലെവലിൽ ഒരു 7 ദിവസത്തെ കോഴ്സായിരിക്കും. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്കായിരിക്കും ക്ലാസ്സസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവർക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഇന്നലെ ഈ ലാസ്റ്റ് 24 അവേഴ്സായിട്ട് പ്രത്യേകിച്ചൊരു അപ്ഡേറ്റ്സും നമ്മളുടെ ഫണ്ടമെൻ്റൽസിലില്ല. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ. എന്തുകൊണ്ട് ഗോൾഡ് താഴോട്ട് വന്നു? കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള NFP ന്യൂസ്, നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വളരെ നെഗറ്റീവായിട്ട് ഗോൾഡിനെ ബാധിച്ചു അല്ലേ? കാരണം എന്താണ്, ഒരുപാട് 84K ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ള പ്രഡിക്ഷനിൽ നിന്ന് 174K ആൾക്കാർക്ക് ജോലി കിട്ടി എന്നുള്ളത് ഭയങ്കരമായിട്ട് US ഡോളറിനെ ശക്തിപ്പെടുത്തുകയും അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡിനെ താഴോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഓക്കെ, സോ അതാണ് സംഭവിച്ചത്. അത് ഗോൾഡ് നല്ല രീതിയിൽ താഴെ വന്നു. സോ ഇന്നലെ ഗോൾഡ് താഴോട്ട് വന്നപ്പോൾ 4280 അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ 4339 മാർക്കറ്റ് വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി പോകേണ്ടത്. ഓക്കെ, സോ എനിവേയ്സ്, നമുക്ക് നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ നമ്മൾ നോക്കിയാൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നലത്തെ വീഡിയോ കാണുക. സോ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് എന്താണ് ന്യൂസുകൾ ഉണ്ടായിട്ടുള്ളത്? പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ബേസിക്കലി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്തു അവരുടെ മേജർ സിറ്റീസിൽ. മേജർ ആയിട്ടുള്ള അവരുടെ സ്ഥലങ്ങളിൽ, ലെബണനിലൊക്കെ അറ്റാക്ക് നടന്നു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇറാൻ ഡയറക്റ്റ്ലി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. സോ ഇങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു അല്ലേ? സോ അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു പീസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ സംസാരം നടത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ വീക്കെൻഡിൽ ഉണ്ടായി എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ എനിവേയ്സ് നമുക്ക് നമ്മളുടെ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോവാം. അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ന്യൂസുകളുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കാം. നമുക്കെല്ലാം മഞ്ഞ ലൈനാണ്. പ്രത്യേകിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഇല്ല. വൈകുന്നേരം 5:45 ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസ് ഉണ്ട്. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല, പക്ഷേ ഇന്ന് ആപ്പാടെയുള്ളൊരു ന്യൂസ് അത് മാത്രമാണ്. പിന്നെ എക്സിസ്റ്റിംഗ് ഹോം സെയിൽസിൻ്റെ ന്യൂസും ഉണ്ട്. പക്ഷേ നാളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് പോയിട്ട് ഒരു ട്രേഡിനകത്തും പോയിട്ട് സ്റ്റക്ക് ആവരുത്. ഓക്കെ, കാരണം നാളെ നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. CPI വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CPIയുടെ ന്യൂസ് നോക്കി കാണുക എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമ്മൾ പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോകാം കേട്ടോ. സോ ഗോൾഡിലോട്ട് വരുമ്പോൾ ടെക്നിക്കൽ സൈഡിൽ ബേസിക്കലി എന്താണ് നമ്മളുടെ എന്താ പറയുക, ഗോൾഡിൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത് 4338 ഓക്കെ, 4000 നമുക്കിപ്പോഴും ആക്ച്വലി ഒരു ഗോൾഡ് ഒരു ബൈ എൻട്രി അല്ലെങ്കിൽ ഒരു ട്രെൻഡ് അപ്പാണെന്നുള്ളൊരു കാര്യം പറയാറായിട്ടില്ല. ഓക്കെ, സോ 4350-55 റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ അവിടുന്ന് സെല്ല് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4366 അവിടെയൊക്കെ ആയിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, സോ 4350-55 അവിടുന്ന് സെല്ല്, 4366 അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1:1.5 അല്ലെങ്കിൽ 4320-25 റേഞ്ചിൻ്റെ അവിടെ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം.
ഓക്കെ. സോ അതാണ് എനിക്ക് ഗോൾഡിനകത്ത് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരെ നമുക്ക് ഗോൾഡ് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്നത് 4320 അടുത്ത്, 4315 ടു 4320 അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബൈ എൻട്രി നടത്താം. ഓക്കെ, വേണം എന്നുള്ള ആൾക്കാർക്ക്. ഓക്കെ, സേഫായിട്ടുള്ള എൻട്രി എപ്പോഴും 4305 ടു 4312 ഇടയ്ക്ക് ആണ് ആക്ച്വലി സേഫായിട്ടുള്ള എൻട്രി. സ്റ്റോപ്പ് ലോസ് 4290 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ ഇതാണ് ഗോൾഡിനകത്ത് എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള 2 ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഈ ഒരു റേഞ്ചിൽ 4300 ടു 4360 മാക്സിമം എക്സ്റ്റെൻഡ് ടു 4380 ആയിരിക്കും ഇന്നത്തെ മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. സോ അതും US സെഷന് മുന്നേ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സിമം ടു മാക്സിമം 4360 ഓക്കെ, സോ ബേസിക്കലി നമുക്ക് നേരെ നമ്മളുടെ ഏതാണ് നമ്മളുടെ GBP USDയിലോട്ട് പോകാം. GBP 1.3350 നിൽക്കുന്നു. ഓക്കെ, സോ ബെറ്റർ നമുക്കൊരു ഒരു 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 താഴെ വീണ് കിട്ടിയാൽ 1.3300 അവിടെ സപ്പോർട്ട് ചെയ്യും തന്നെയാണ് എൻ്റെ വിശ്വാസം. അവിടെ വീണ് കിട്ടിയാൽ അവിടുന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ 1.3300 അവിടുന്ന് ബൈ ചെയ്ത് പോവുക. 1.3310 1.3320 റേഞ്ചിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.3265 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. TP നമുക്ക് 1.3420 അവിടെ TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ USD JPY 160 കടക്കുമോ ഇല്ലയോ ഇതേവരെ ഒന്നും പറയാറായിട്ടില്ല. ആ സിറ്റുവേഷനിലാണ് നമ്മളുടെ USD JPY മാമൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ റെക്കമെൻഡേഷൻ ഇവിടുന്ന് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് 160 അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോകുന്നത്. നമ്മൾ പലവട്ടം എന്താണ് നമ്മളുടെ USD JPYയിൽ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ സംഭവിക്കാൻ ആണ് ചാൻസ്. അങ്ങനെ തന്നെ സംഭവിക്കാൻ എന്താ പറയുക, കാരണം 162 എന്ന് പറയുന്നത് 2000-ന് ശേഷമുള്ള ഏറ്റവും ഹയസ്റ്റ് പ്രൈസാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 160 അവിടെ നിന്ന് താഴോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ 160 താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആവണം, അല്ലെങ്കിൽ അവിടെ സസ്റ്റെയിൻ ചെയ്യുന്ന കാണണം. ഇപ്പം കയറി സെല്ല് എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ 160 സെല്ല് എൻട്രി ചെയ്യുന്ന ആൾക്കാർ 160.60 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. TP നിങ്ങൾ അതിൽ തൽക്കാലം വെക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ചിലപ്പം പെട്ടെന്ന് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ച് പോകുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മളുടെ ഏതാണ് നമ്മളുടെ യൂറോ USDയിലോട്ട് പോകാം. 1.1538 നിൽക്കുന്നു. 1.1510 1.1500 അവിടുന്ന് ബൈ എൻട്രി എടുത്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 1.1480 താഴെയായിട്ട് 1.1585 ഒക്കെ നമുക്ക് TP വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ആക്ച്വലി എനിക്ക് ഇന്നത്തെ ദിവസത്തെ എൻട്രി പോയിന്റ് എന്ന് പറയാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. എന്ത് വേണമെങ്കിലും, എന്ത് ന്യൂസ് വേണമെങ്കിലും, എപ്പോൾ വേണമെങ്കിലും പൊട്ടി പുറപ്പെടാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ എനിവേയ്സ് നിങ്ങൾക്ക് അതേപോലെ നമ്മളുടെ സിഗ്നൽ ചാനലുണ്ട്. സിഗ്നൽ ചാനലിൽ ആക്ച്വലി ഇന്നലെ നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഒരു ലോസൊക്കെ ആയിരുന്നു അവസാനിപ്പിച്ചത്. പക്ഷെ ഉറപ്പായിട്ട് നമ്മൾ എന്താ പറയുക, ഒരു ലോങ്ങർ ടേമിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സിഗ്നൽ ട്രേഡിനെ കുറിച്ച് അറിയാനായിട്ട് ഉറപ്പായിട്ടും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ബ്രോക്കേഴ്സ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നല്ല ബ്രോക്കേഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.